അപ്പോൾ ഇന്ന് നമുക്ക് എഗ്ഗ് ബുർജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ഒരു വറ്റൽമുളക്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ മുരിങ്ങയില, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തക്കാളിക്ക പഴുത്തത് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. പിന്നെ ആവശ്യമായിട്ടുള്ളത് മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പിന്നെ നമ്മളിത് നെയ്ക്കകത്ത് വെച്ചാണ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. അപ്പം നെയ്യ് ഒരു ചെറിയ കുപ്പി. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഓരോന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മുട്ട ഓരോന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്ത് ആദ്യം എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ച് ചേർക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കുക. ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ്. റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പിന്നെ കറിവേപ്പില അതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുക. ഇനി വറ്റൽമുളക് അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് കൂടെ ചേർക്കുക. പിന്നെ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതോടെ അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷേ മുരിങ്ങയില ഇപ്പോൾ ഉടനെ തന്നെ ചേർക്കല്ല. മുരിങ്ങയില ഇത് വഴണ്ടതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് മുരിങ്ങയില. അപ്പം നമുക്ക് ഏറ്റവും അവസാനം മുരിങ്ങയില ചേർത്ത് എടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇടാം. അപ്പോൾ നമ്മളിട്ട ഉള്ളിയും സംഭവങ്ങളെല്ലാം നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിനി മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടാം. ആദ്യമേ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടി ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, പിന്നെ ഗരം മസാല എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട നെയ്യ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഒരു ശകലം കൂടെ നെയ്യ് ചേർക്കുക. 2 സ്പൂൺ 3 സ്പൂണ് നെയ്യൂടെ ചേർക്കുക. അപ്പോൾ നമ്മളിനി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് മുട്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒട്ടിപ്പിടിക്കാതെയും കരിയാതെ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എഗ്ഗ് ബുർജി എന്ന് പറയുന്നത്.
അപ്പോൾ നല്ലവണ്ണം മുട്ടയൊക്കെ നല്ല കട്ട പിടിക്കുന്നതിന് വരെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കണം, നെയ്യൊക്കെ ഒഴിച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിൻ്റെ കൂടെ മുരിങ്ങയില കൂടെ ഇടാമെങ്കിൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എഗ്ഗ് ബുർജി എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.